നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവ പാർട്ടിയാണ് RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. വിപ്ലവാത്മക സമത്വം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയാണ്. അവരുടെ അടിത്തറ ഭൗതികവാദമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സമയം നോക്കാറുണ്ട് കൊല്ലത്തെ RSPയുടെ സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രനോട് ഒരു മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇതെന്താണ് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ പ്രേമേന്ദ്രൻ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്. പ്രേമേന്ദ്രൻ പറഞ്ഞു, സ്വാഭാവികമായിട്ടും സമയം നോക്കിയാണ് നോമിനേഷൻ കൊടുക്കാറുള്ളത്. പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതിൻ്റെ ഭാഗമായി നല്ല സമയം നോക്കി നോമിനേഷൻ കൊടുക്കും. ഇത് വലിയ സാമൂഹ്യ സമ്മർദ്ദമായി വരികയാണ്. അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകണ്ട എന്ന് കരുതി. നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും വലിയ സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് ഈ സമയമൊക്കെ നോക്കുന്നത് എന്നാണ് NK പ്രേമേന്ദ്രൻ പറയുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 ടേമിലായി CPM-ഉം LDF-ഉം പഠിച്ച പണി 18 നോക്കിയിട്ടും പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് NK പ്രേമേന്ദ്രൻ. ഇത്തവണ സാക്ഷാൽ മുകേഷിനെയാണ് NK പ്രേമേന്ദ്രനെ നേരിടാൻ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ ആ സമയം നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ട് പ്രേമേന്ദ്രനെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കുള്ള സൂചകമായാണ്. പ്രേമേന്ദ്രൻ എങ്ങനെയും മെയ്വഴക്കം അവതരിപ്പിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം RSPയുടെ നേതാവായി നിൽക്കുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏതറ്റം വരെയും വ്യാഖ്യാനത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സമയം നോക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ RSP UDF-ലേക്ക് ഉള്ള വരവിൻ്റെ കാലത്ത് നടത്തിയ പ്രയോഗം. LDF-ൽ നിന്നും കാലുമാറി UDF-ലേക്ക് വന്നു എന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ RSPയുടെ നിലനിൽപ്പിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെയും രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് മുഖ്യമായി മുന്നിലേക്ക് വരികയും സാമൂഹ്യ സമ്മർദ്ദം പാർട്ടിയുടെ നിലനിൽപ്പിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ മുന്നണി മാറേണ്ടി വന്ന സാഹചര്യമാണ് എന്ന് വലിയ താത്വികമായ വ്യാഖ്യാനത്തോടെ അദ്ദേഹം പറഞ്ഞു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്ക് ബോധ്യപ്പെട്ടു എന്നാണല്ലോ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, കൊല്ലത്തെ ഫലം തെളിയിച്ചത്. 2014 NK പ്രേമേന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. പിന്നീട് വരുന്ന 2019 തെരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് സ്ഥിതി. ഇപ്പോൾ 2024 ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിലും എന്താണ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. കൊല്ലത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ 2 സ്ഥാനാർത്ഥികൾക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. കൊല്ലത്തെ തട്ടകമായി സ്വീകരിച്ച ഒരാളാണ് NK പ്രേമേന്ദ്രൻ. മുകേഷ് ആണെങ്കിൽ കൊല്ലംകാരനുമാണ്. മുകേഷിൻ്റെ ജീവിതം കൊല്ലവുമായി വേർപിരിക്കാൻ കഴിയാത്ത വിധം കൂടിച്ചേരുന്നതാണ്. സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണമായാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രയോഗങ്ങളൊക്കെ നമുക്കറിയാം, കൊല്ലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ കൂടുതലായി, ഇപ്പോൾ 7 വർഷത്തിലേക്ക് അടുക്കുന്ന കാലമായി കൊല്ലത്തെ പ്രാദേശികമായി നിയമസഭയിൽ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിയമസഭാ അംഗത്വത്തിൻ്റെ കുറച്ചുകൂടി വിപുലീകരിച്ച നിലയിലുള്ള മത്സരത്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. CPM NK പ്രേമേന്ദ്രനെ പിടിക്കാനുള്ള 3ാമത്തെ അംഗത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ തന്നെ സജീവമായി നിൽക്കുന്ന ആളുകൾക്കുപരിയായി ഒരു സിനിമ നടനെ ആശ്രയിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം MA ബേബിയെ പരീക്ഷിച്ചു, പരാജയപ്പെട്ടു. KN ബാലഗോപാലിനെ പരീക്ഷിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ 2024 മുകേഷിനെ പരീക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നു. ഈ സാഹചര്യത്തിൽ NK പ്രേമേന്ദ്രനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. NK പ്രേമേന്ദ്രൻ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ലോക്സഭാ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്സഭയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ശക്തരായ നേതാക്കൾ, അംഗങ്ങൾ കുറവുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷത്തിനുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ പ്രതിനിധി എന്നുള്ളതിലുപരി ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിനിധി എന്നുള്ള നിലയിൽ ലോക്സഭയിൽ പ്രസംഗിക്കാനും അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്താനും അദ്ദേഹത്തിന് കഴിയാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് വരുന്നത്. കൊല്ലത്തേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ കൊണ്ടുവരാനും അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല, കേന്ദ്രത്തിൽ BJP ഭരണമാണ് എന്നുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം അദ്ദേഹം വഹിക്കാറില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. അത് സമീപകാലത്ത് വിവാദമായ കാര്യം നിങ്ങൾക്കറിയാം. പ്രധാനമന്ത്രിയുമായി ഉച്ചയൂണിന് പാർലമെൻറ്റിൻ്റെ അവസാനത്തെ സെഷനിൽ ക്ഷണിക്കപ്പെടുകയും അവിടെ പോവുകയും അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്ത കാര്യം ഇപ്പോൾ BJP തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ LDF-ഉം കഴിഞ്ഞ തവണയൊക്കെ മുന്നോട്ട് വെച്ചതുപോലെ ഏത് നിമിഷവും BJP-യിലേക്ക് പോകും എന്നുള്ള പ്രചാരണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രചാരണത്തിനിടയിലും മണ്ഡലത്തിലെ വോട്ട് നിലയിൽ സ്വാധീനിക്കാനും ജനങ്ങളുടെ ഇടയിൽ
നിയമസഭയിലേക്ക് തൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ എന്തിനാണ് താൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കാനും ന്യായീകരിക്കാനും പ്രേമേന്ദ്രൻ്റെ വിരുദ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. മറ്റൊന്ന്, അദ്ദേഹം RSP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയോടും UDFിനോടും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ പൊതുവായി ഉണ്ടാക്കിയെടുത്ത സ്വീകാര്യതയാണ്. ഇപ്പോൾ നമുക്കറിയാം, മണ്ഡലം വൈസ് നമ്മൾ നോക്കുമ്പോൾ കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ എല്ലാം LDFിൻ്റെ കയ്യിലാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രേമേന്ദ്രൻ അവിടെയൊക്കെ മേധാവിത്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം ആർജിച്ചെടുത്ത സ്വീകാര്യതയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 19% വരുന്ന മുസ്ലിം വോട്ട്, 12% വരുന്ന ക്രിസ്ത്യൻ വോട്ട്, ഇത്രയും വരുന്ന ന്യൂനപക്ഷ വോട്ടിൻ്റെ കൂടി സ്വാധീനം NK പ്രേമേന്ദ്രൻ്റെ വിജയത്തിൽ പ്രധാനമായിട്ട് ഉണ്ട്. ഇതിനിടയിലേക്കാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുള്ള വിരുന്നും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളും വലിയ ചർച്ചയാക്കുന്നത്. LDF ഈ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ ഇത്തവണയും വെച്ചു പുലർത്തുന്നുണ്ട്. അതേസമയം NK പ്രേമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മികവ് ഉപയോഗിച്ച് അതിനെ മറികടക്കാം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉപയോഗിച്ച് അതിനെ മറികടക്കാം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്കിപ്പോൾ കൊല്ലം മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു പരിശോധന നടത്തിയാൽ പ്രേമേന്ദ്രൻ്റെ വിജയം എങ്ങനെയാണ് സാധ്യമാവുക എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകും. കാരണം അത്രയധികം മേധാവിത്വം നിലവിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 7 നിയമസഭാ മണ്ഡലമാണ് അവിടെയുള്ളത്. ചവറ സുജിത് വിജയൻ പിള്ള LDF, ഒപ്പം പുനലൂർ PS സുബാല് CPI, ചടയമംഗലം J ചിഞ്ചുറാണി CPI, കുണ്ട്ര PC വിഷ്ണുനാഥ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കൊല്ലം മുകേഷ് CPM, ഇരവിപുരം നൌഷാദ് CPM, ചാത്തന്നൂർ GS ജയലാൽ CPI. ഈ 7 മണ്ഡലങ്ങളിൽ വിഷ്ണുനാഥ് മാത്രമാണ്, കുണ്ട്രയിൽ വിഷ്ണുനാഥിൻ്റെ വിജയം മാത്രമാണ് കോൺഗ്രസിന് സ്വന്തമായിട്ടുള്ളത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം കഴിഞ്ഞ തവണയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവർക്ക് ആധിപത്യം നിലനിർത്താൻ CPMന് LDFന് കഴിയാറില്ല എന്നുള്ളതാണ്. ഇനി 2 തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നോക്കുകയാണെങ്കിൽ തന്നെ 2014 NK പ്രേമേന്ദ്രൻ്റെ ആദ്യത്തെ UDFിലെ മത്സരം 4,08,528 വോട്ടാണ് സ്വന്തമാക്കാൻ സാഹചര്യം ഒരുങ്ങിയത്. MA ബേബി, CPMൻ്റെ വലിയ നേതാവായ MA ബേബിയാണ് മത്സരിച്ചത്. എതിരായിട്ട് 3,70,879 വോട്ട് നേടി. 37,649 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. PM വേലായുധൻ എന്ന BJP സ്ഥാനാർത്ഥി 58,671 വോട്ടും നേടി. എന്നാൽ 2019 വരുമ്പോൾ ഭൂരിപക്ഷം 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്നതാണ് കാണുന്നത്. NK പ്രേമേന്ദ്രൻ 4,99,667 വോട്ട് നേടി. KN ബാലഗോപാൽ എന്ന അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കരുത്തനായ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി CPM. 3,50,821 വോട്ട് അദ്ദേഹം നേടി. ഭൂരിപക്ഷം 1,48,869 അഡ്വക്കേറ്റ് KV സാബു 1,03,339 വോട്ട് BJP സ്ഥാനാർത്ഥി പിടിച്ചു കഴിഞ്ഞ തവണ. LDFിൻ്റെ വോട്ടിൽ വലിയ തോതിൽ ഇടിവുണ്ടായി. രാഹുൽ ഗാന്ധി, ശബരിമല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതിവായി പറയുന്ന ഫാക്ടറികളൊക്കെ വർക്ക് ചെയ്തു. പിന്നെ പ്രേമേന്ദ്രൻ എഫക്റ്റും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥിക്ക് 1,03,339 വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് NK പ്രേമേന്ദ്രൻ ആത്മവിശ്വാസം കൂടുന്നത്. സാമുദായിക സംഘടനകളൊപ്പം നിൽക്കും എന്നുള്ളതൊന്ന്. ഒപ്പം മോദിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വലിയ ചർച്ചയാക്കുന്ന LDFിൻ്റെ നടപടി പ്രേമേന്ദ്രന് ഗുണകരമാകുകയാണ് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ വലിയ പ്രയോഗങ്ങൾ നടത്തി. മുകേഷ് തന്നെ നിരവധി ചാനൽ ചർച്ചകളിലും മറ്റ് അഭിമുഖങ്ങളിലും പ്രചാരണ വേളകളിലും ഒക്കെ ഞാൻ പ്രധാനമന്ത്രി വിളിച്ചാൽ പോവില്ല ഉച്ചയൂണിന് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ഫലത്തിൽ BJP വോട്ടുകളെ NK പ്രേമേന്ദ്രനോട് അടുപ്പിക്കാൻ കാരണമാകും എന്നുള്ള ആത്മവിശ്വാസം പ്രേമേന്ദ്രൻ്റെ ക്യാമ്പുകളിലുണ്ട്. അങ്ങനെ RSSകാരനാണ് BJPക്കാരനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു മൃദു സമീപനം BJPക്കാരിൽ ഉണ്ടാക്കുന്നതിന് ഇടയാക്കും. 1,03,339 എന്ന വലിയ മാർജിനിൽ നിന്ന് BJP താഴോട്ട് വരുമെന്നും ആ വോട്ടിൽ വലിയൊരു ഗണ്യമായ ഭാഗം പ്രേമേന്ദ്രന് വരും എന്നുമുള്ള ഒരു പ്രതീക്ഷ UDFിനുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാമെന്നുള്ള CPMൻ്റെ പ്രതീക്ഷയാണ്, LDFിൻ്റെ പ്രതീക്ഷയാണ്. സമീപകാലത്ത് ലോക്സഭയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 2-3 നിയമങ്ങൾ വന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പരിമിതമായി മാത്രമേ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള LDFിൻ്റെ പ്രചാരണം മൂലം ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാം എന്നുള്ളൊരു പ്രതീക്ഷ LDFിനുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് മുകേഷിൻ്റെ സാന്നിധ്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് നേരിടുന്നതിന് അപ്പുറത്ത് എന്ത് മേധാവിത്വമാണ് മുകേഷ് എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ നേടാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. മുകേഷ് എന്ന നടൻ, നേരത്തെ ആലപ്പുഴയിലെ കാര്യം പറയും പോലെ ആലപ്പുഴ പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ മുരളി എന്ന നടനെ ഇറക്കിയതുപോലെ മുരളിക്കും സമാനമായ പശ്ചാത്തലമുണ്ട്. അദ്ദേഹം സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. ഇപ്പോൾ മുകേഷും സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ MLA, ഇപ്പോൾ രണ്ടാമത് MLA ഇരിക്കുകയാണ്. ഈ വരവ്, മുകേഷിൻ്റെ വരവ് എന്തുമാത്രം ഗുണം ചെയ്യുന്നുള്ള സംശയം പല ആളുകൾക്കുമുണ്ട്. മാത്രമല്ല, മുകേഷ് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചപ്പോൾ തന്നെ ആദ്യ
തവണ PK ഗുരുദാസനെ മാറ്റിയിട്ടാണ് മുകേഷിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയിരുന്നത്. അന്ന് 2016 സൂരജ് രവിയോട് 17,611 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുകേഷ് ജയിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ 2021 ബിന്ദു കൃഷ്ണയോട്, എതിർ സ്ഥാനാർത്ഥി UDFിൻ്റെ കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയോട് 2072 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് മുകേഷ് ജയിച്ചത്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത മുകേഷിന് ഈ വ്യാപ്തിയുള്ള ഏരിയകളിലേക്ക് മത്സരിക്കുമ്പോൾ പ്രേമേന്ദ്രനോട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മുകേഷിൻ്റെ കൂടിയ സ്വീകാര്യത മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാം എന്നുള്ള ഇന്നസെൻ്റ് മോഡൽ ഇവിടെ പരീക്ഷിക്കാം എന്നുള്ളതാണ് CPM പ്രതീക്ഷിക്കുന്നത്. ചാലക്കുടിയിൽ ഇന്നസെൻ്റ് വിജയം കൈവരിച്ചതുപോലെ നിയമസഭയിൽ മുകേഷ് ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാകെ തൻ്റെ സാന്നിധ്യത്തിലൂടെ NK പ്രേമേന്ദ്രനെ മറികടക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് LDFനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉയരുന്ന സംശയം പ്രേമേന്ദ്രൻ എന്നൊരു ഭീമാകാരനെയാണ് നേരിടുന്നത് എന്നുള്ളതാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സജീവമായ പ്രചാരണങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി പ്രചാരണത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഇരു മുന്നണികൾക്കുമാകും. അപ്പോൾ മുകേഷിൻ്റെ സാന്നിധ്യത്തിന് ഉണ്ടായിരിക്കുന്ന ഗുണം എന്താണ് എന്ന് നമുക്ക് കൂടുതൽ അവരുടെ അവകാശവാദത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശകലനം ചെയ്യാൻ കഴിയും. ഇതൊന്നുമല്ലാതെ അതിനെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ നിഗമനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോവും. അത് നമുക്കറിയില്ല. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ കഴിയുന്ന കണക്കുകളിൽ നിന്നും കാഴ്ചകളിൽ നിന്നുള്ള വിലയിരുത്തലുകൾക്കാണല്ലോ സാധ്യതയുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യാം. അപ്പോൾ എന്താണ് മാറ്റം എന്ന് നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. നന്ദി, നമസ്കാരം.